നിങ്ങളുടെ പണം RBIയുടെ ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത് FDയേക്കാൾ കൂടുതൽ പലിശ നേടാം. സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലാണ് വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെറും 2% മുതൽ 3% വരെയാണ് പലിശ നേടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് FDയിൽ ലോക്ക് ചെയ്യുകയും വേണ്ട. അതിനു വേണ്ടിയാണ് RBI സേവിംഗ് ബോണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി നൽകുന്ന ഈ ഒരു സേവിംഗ് ബോണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എത്ര രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാം, പലിശ നിരക്ക് എത്രയാണ്, എപ്പോഴാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയരുന്നത്, അത് എപ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ RBI സേവിംഗ് ബോണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി RBI സേവിംഗ് ബോണ്ട് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് RBI സേവിങ്സ് ബോണ്ട് എന്താണെന്ന് നോക്കാം. ഈ ഒരു RBI സേവിങ്സ് ബോണ്ടിനെ RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ് എന്നും വിളിക്കാറുണ്ട്. ഇത് 2020 ആരംഭിച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾ RBI സേവിംഗ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സർക്കാരിന് നിങ്ങൾ കടം നൽകുന്നത് പോലെയാണ്. ഇതിനെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്നാണ് പറയുന്നത്. സർക്കാർ നിങ്ങളുടെ പണം ഉപയോഗിക്കുകയും അതിനുശേഷം നിങ്ങളുടെ പണം പലിശയോട് കൂടി തിരിച്ചു നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കീമിൽ മാർക്കറ്റ് റിസ്ക് ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ പണം സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കുന്നത് പോലെയല്ല ഇത്. മാർക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാനിൽ റിസ്ക് ഏകദേശം 0 എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് കുറഞ്ഞ റിസ്കിൽ നല്ല റിട്ടേൺ RBI സേവിംഗ് ബോണ്ട് വഴി നേടാൻ സാധിക്കും. ഇനി നമുക്ക് RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇത് RBI നൽകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് വൺ ടൈം ലംസമായി ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് എല്ലാ മാസവും SIP പോലെ ആ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒറ്റ തവണ ഒരു എമൗണ്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പണത്തിന് 8.05% വരെ ഇൻട്രസ്റ്റ് റേറ്റ് RBI നൽകുന്നുണ്ട്. നിങ്ങൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു തുകയ്ക്ക് ലഭിക്കുന്ന പലിശ വർഷത്തിൽ 2 തവണയായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ജനുവരി 1-നും ജൂലൈ 1-നും സെമി ആനുവൽ ബേസിസ് ആയി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു തുക 7 വർഷത്തേക്ക് ലോക്ക് ഇൻ പീരീഡിലായിരിക്കും. നിങ്ങൾ ഒരു തവണ ഈ ഒരു സ്കീമിലേക്ക് പണം നിക്ഷേപിക്കുകയാണെങ്കിൽ 7 വർഷത്തിന് ശേഷം മാത്രമേ ആ ഒരു തുക നമുക്ക് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ പലിശ 8.05%, പക്ഷേ ഇത് സ്ഥിരമായിരിക്കില്ല. ഇത് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കീമിനെ RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സ്കീമിന്റെ പലിശ നിരക്ക് 8.05%, പക്ഷെ ഓരോ 6 മാസം കഴിയുമ്പോഴും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. 2026 ജൂലൈയിൽ വീണ്ടും ഇത് റിവൈസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഞാനൊരു ഉദാഹരണത്തിലൂടെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. അത് നമ്മുടെ നോർമൽ സേവിംഗ് അക്കൗണ്ടിൽ ഇട്ട് വെക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ആ ഒരു തുക നിങ്ങൾ RBI സേവിംഗ് ബോണ്ടിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തുകയ്ക്ക് 8.05% ഇൻട്രസ്റ്റ് റേറ്റ് നേടാൻ സാധിക്കും. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ ഏകദേശം 8,050 രൂപ പലിശയായി നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതിൽ 4,025 രൂപ ജനുവരി 1-ൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ബാക്കി 4,025 രൂപ ജൂലൈ 1-ലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണയായി തോന്നാവുന്ന ഒരു സംശയമാണ്, ഞാൻ നിക്ഷേപിക്കുന്ന തുക എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നത്. സാധിക്കില്ല എന്നതാണ് കാര്യം. നിങ്ങൾ ആ നിക്ഷേപിക്കുന്ന തുക 7 വർഷത്തിന് ശേഷം മാത്രമേ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റും നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സ്കീമിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആയി വരുന്നത് 1000 രൂപയാണ്. മാക്സിമം നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് പ്രിൻസിപ്പൽ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 50,000 രൂപ ഉണ്ടെന്ന് കരുതുക. ആ ഒരു 50,000 രൂപ നിങ്ങൾ RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക. 7 വർഷത്തിന് ശേഷം 8.05 എന്ന പലിശ നിരക്കിൽ തുടരുകയാണെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ചില
ചിലപ്പോൾ ഇത് 8.5% വരെ നിലനിൽക്കാം, അല്ലെങ്കിൽ അത് 8% കുറയാം. അപ്പോൾ ഇത് കൂടാനും കുറയാനും, ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ 8.05% ഒരു ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് ആയി കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 50,000 രൂപയാണ് ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക. ഈ ഒരു മെച്യൂരിറ്റി സമയത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് 85,969 രൂപയായിരിക്കും മെച്യൂരിറ്റി ടൈമിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയാണ് ഉള്ളതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കീമിലേക്ക് ആ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 7 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് 1,71,939 രൂപയാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപയാണ് ഉള്ളതെന്ന് കരുതുക. ഈ ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുമ്പോൾ 7 വർഷത്തെ കാലാവധിക്ക് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് 8,59,693 രൂപയാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയാണ് ഉള്ളതെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ ഈ ഒരു സ്കീമിൽ നിക്ഷേപിക്കുകയും 7 വർഷത്തിന് ശേഷം എത്ര രൂപയാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 10 ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 7 വർഷത്തിന് ശേഷം ലഭിക്കുന്നത് 17,19,386 രൂപയാണ്. നിങ്ങളുടെ കയ്യിൽ 15 ലക്ഷം രൂപയാണുള്ളതെന്ന് കരുതുക. ഈ ഒരു 15 ലക്ഷം രൂപ നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുകയും 7 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടി ചേർത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏകദേശം 25,79,079 രൂപയായിരിക്കും. ഇൻ കേസ് നിങ്ങൾ 20 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 7 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് 34,38,772 രൂപയായിരിക്കും. ഇൻ കേസ് നിങ്ങൾ 30 ലക്ഷമാണ് ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ 7 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് 51,58,158 രൂപയായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാകും 1 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ എത്രയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം എന്നിങ്ങനെയുള്ള എമൗണ്ടുകൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റും പ്രിൻസിപ്പൽ എമൗണ്ടുമായി ആ ഒരു 7 വർഷത്തെ കാലാവധിക്ക് ശേഷം ലഭിക്കുന്നതെന്ന്. അങ്ങനെ നിങ്ങൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അത് ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിലുള്ള പണം FD-യിലിട്ട് ലോക്കാക്കുകയോ അല്ലെങ്കിൽ സേവിംഗ് അക്കൗണ്ടിലിട്ട് കുറഞ്ഞ പലിശ നേടുകയോ ചെയ്യുകയല്ല വേണ്ടത്. മറിച്ച് നിങ്ങൾക്ക് ഒരു ഡീസന്റ് റിട്ടേൺ വേണം, അതുപോലെ തന്നെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു റിട്ടേൺ വേണമെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾ ഒരു 30 ലക്ഷമാണ് ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ 7 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം 51 ലക്ഷം രൂപ വരെ നേടാൻ സാധിക്കും. പിന്നെ ഇവിടെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് RBI-യിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഒരു ഗ്യാരണ്ടി ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾ RBI സേവിംഗ് ബോണ്ടിൽ ഇടുന്ന പണം സർക്കാർ ക്യാപിറ്റലായാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് സ്കൂൾ, ഹോസ്പിറ്റൽ, റോഡ് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾക്കായാണ് ഈ ഒരു തുക ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിച്ചത് ആ ഒരു തുകയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ 6 മാസത്തിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു. ഈ ബോണ്ടിന് ഒരു ബെഞ്ച് മാർക്ക് റേറ്റ് ഉണ്ട്. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ പലിശ നിരക്ക് എത്രയാണോ അതിന് മുകളിലായി 0.35% എക്സ്ട്രാ ചേർത്ത് RBI നമുക്ക് നൽകുന്നു. ഉദാഹരണത്തിന് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ പലിശ നിരക്ക് 7.7% കരുതുക. അതിൽ നമ്മൾ അതിന്റെ കൂടെ 0.35% ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പലിശയായി ലഭിക്കുന്നത് 8.05% ആയിരിക്കും. അതുകൊണ്ട് ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും എന്ന് കണക്കാക്കാനുള്ള ഒരു ഫോർമുലയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് 0.35% is equal to RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അതിന്റെ കൂടെ 0.35% ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആയി കണക്കാക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ജനുവരി 1 മുതൽ ജൂൺ 30, 2026 വരെ ഈ ഒരു കണക്ക് ബാധകമാണ്. അതിനുശേഷം മാറാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ തുടരാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ റെസിഡൻസിന് ഈ ഒരു പദ്ധതിയിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും. സിംഗിൾ അക്കൗണ്ടായും ജോയിന്റ് അക്കൗണ്ടായും തുറക്കാം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും നിക്ഷേപിക്കാവുന്നതാണ്. മൈനേഴ്സിനും നിക്ഷേപിക്കാവുന്നതാണ്. പക്ഷേ ഗാർഡിയന് KYC ആവശ്യമാണ്. അതുപോലെ തന്നെ NRI ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു സംശയമാണ്, ഞാൻ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ എനിക്ക് പ്രീ മെച്യൂർ വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുമോ എന്നത്. അതെന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ജനറൽ സിറ്റിസൺ, അതായത് 60 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ നിന്ന് 7 വർഷത്തിന് മുമ്പ് ആ ഒരു പണം വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ സീനിയർ സിറ്റിസന് പണം വിഡ്രോവൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 60 വയസ്സിനും 70 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സീനിയർ സിറ്റിസന് 6 വർഷത്തിന് ശേഷം ഈ ഒരു പണം വിഡ്രോ ചെയ്യാൻ സാധിക്കും. 70 വയസ്സിനും 80 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സീനിയർ സിറ്റിസന് 5 വർഷത്തിന് ശേഷം ഈ ഒരു പണം വിഡ്രോ ചെയ്യാൻ സാധിക്കും. 80
വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസണ് 4 വർഷത്തിന് ശേഷം ഈ ഒരു പണം വിഡ്രോ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ വിഡ്രോൾ ചെയ്യുന്ന പണത്തിന് പെനാൽറ്റി നൽകേണ്ടി വരും. അവസാന 6 മാസത്തെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ 50% പെനാൽറ്റിയായി നൽകേണ്ടി വരും. ഉദാഹരണത്തിന് 2026 നിങ്ങൾ നിങ്ങളുടെ തുക വിഡ്രോവൽ ചെയ്തതെങ്കിൽ 2025 ജൂലൈ മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ 50% പെനാൽറ്റിയായി നമ്മൾ നൽകേണ്ടി വരും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഈ ബോണ്ടിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളുടെ ഇൻകത്തിലാണ് ആഡ് ചെയ്യുന്നത്. ആ ഒരു തുക ടാക്സ് സ്ലാബിൽ വരുമെങ്കിൽ നിങ്ങൾ ഉറപ്പായും ടാക്സ് നൽകേണ്ടതുണ്ട്. ഇനി നമുക്ക് TDS ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ജനറൽ സിറ്റിസൺ ആണെങ്കിൽ ഒരു വർഷത്തിൽ 50,000-ൽ കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി ലഭിക്കുകയാണെങ്കിൽ 10% TDS ഡിഡക്ട് ചെയ്യും. നിങ്ങൾ പാൻ കാർഡ് നൽകുകയാണെങ്കിൽ. പാൻ കാർഡ് ഇല്ലെങ്കിൽ 20% വരെ ഡിഡക്ട് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് ITR ഫയൽ ചെയ്ത് റീഫണ്ടും നേടാവുന്നതാണ്. ഇൻ കേസ് ഇതൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് റേറ്റ് കഴിഞ്ഞാൽ TDS ഡിഡക്ട് ചെയ്യുന്നു. ഇതാണ് RBI സേവിംഗ് ബോണ്ട് പ്രവർത്തിക്കുന്ന രീതി. നിങ്ങൾക്ക് സേഫ് ആയ നല്ല റിട്ടേൺ ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ RBI സേവിംഗ് ബോണ്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എത്ര രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാം, മിനിമം എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മാക്സിമം ലിമിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ടാക്സ് ബെനിഫിറ്റ് എന്തൊക്കെയാണ്, എത്രയാണ് റിട്ടേൺ ലഭിക്കുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്, കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും താഴെ കമന്റ് ബോക്സിൽ പറയും. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോസും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.